കേക്കാല്ലോ, കാണാലോ. ഓ, അപ്പൊ നമ്മള് ക്ലാസ്സിൽ കട്ടിംഗ് ടൂളിന്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർത്തി അല്ലേ. അവിടെ ഒരു ഡയമണ്ട് എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ആ ഡയമണ്ട് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത നമ്മൾ പറയുന്ന സാധനം ഈ കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് അതായത് ടൂൾ ഇൻസർട്ട് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എന്തിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു കട്ടിംഗ് ടൂൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ടൂൾ ഇൻസേർട്ട്, അതായത് ഒരൊറ്റ സോളിഡ് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിക്കുന്നതിന് പകരം ഇൻസേർട്ടുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഇൻസേർട്ടിന്റെ ആവശ്യത്തിൽ എന്താ പ്രത്യേകത? കട്ടിംഗ് എഡ്ജുകൾ മാത്രമുള്ള ഒരു സാധനമായിരിക്കും ഇത്. ഒരു പർട്ടിക്കുലർ പ്രൊവിഷനിൽ നമ്മൾ ചുമ്മാ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ടൂൾ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് മെറ്റീരിയൽ അല്ലെ, വലുതായിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു സോളിഡ് ആയിട്ട് നിങ്ങൾ അടിക്കുന്ന പോലെ ഒരുപാട് വലിയ മെറ്റീരിയൽ എടുത്തിട്ട് അതിനകത്ത് ഫുള്ളും ഈ മെറ്റീരിയലിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോസ്റ്റും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇൻ കോൺടാക്ട് വരുന്ന സ്ഥലം അല്ലെ, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മെറ്റൽ വർക്ക് പീസ് ഉണ്ടെങ്കിൽ ആ മെറ്റൽ വർക്ക് പീസുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം കട്ടിംഗ് ടൂളിന്റെ ആപ്ലിക്കേഷൻ ഉള്ളൂ. അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമുള്ള ഒരു ചെറിയ പോർഷൻ മാത്രം മതി. അതാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്ന ഈ ടൂൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ടൂൾ ഇൻസേർട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ ലെയ്ത്തിന്റെ പർട്ടിക്കുലർ പോർഷനിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. സോളിഡ് ടൈപ്പ് അല്ലെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചിട്ടില്ലേ. സോളിഡ് ടൈപ്പ് ഉണ്ട്, ബ്രേസ്ഡ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ടൂൾ ഇൻസേർട്ടിന്റെ ഇതുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കുക, ഇതാണ് ടൂൾ ഇൻസേർട്ട്. ബേസിക് ഐഡിയ ഇതാണ്. അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു അതായത് നമ്മളിപ്പം എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈ സ്പീഡ് സ്റ്റീൽ എടുക്കുകയാണെന്നോ അല്ലെങ്കിൽ കാർബൈഡ് എടുക്കുകയാണെന്ന് വെച്ചോ. അപ്പൊ കാർബൈഡിന്റെ ടോട്ടലി ഒരു വലിയൊരു പീസ് ഓഫ് കാർബൈഡിന്റെ ഒരു എന്താണ് ഒരു കട്ടിംഗ് ടൂൾ ആയിട്ട് നമുക്ക് എടുക്കുന്നതിനെ കട്ടിംഗ് എളുപ്പം എന്നറിയപ്പെടുന്നത് ഈ കാർബൈഡിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ആയിട്ടുള്ള ഒരു ഇൻസേർട്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലാഭം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ അതിനാണ് ഈ ഒരു ഇൻസേർട്ടിന്റെ നമ്മുടെ ആ ഒരു ഇൻസേർട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട മെയിൻ സംഭവം, അല്ലെങ്കിൽ ഇൻസേർട്ട് നമ്മൾ എടുക്കാനുള്ള സാധനം അതാണ്. ഇൻസേർട്ട് ആണ്, ഇൻസേർട്ട് ആണ് ഇപ്പോഴും ഉപയോഗിക്കുന്നതല്ല, ഇൻസേർട്ട് ആണ്, ഇൻസേർട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ ഇപ്പോഴും മറ്റേ സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. HSS ആയിരുന്നാലും അത്രയുള്ള സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെ. ഇതും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെ, മൾട്ടി പോയിന്റ് ഒന്നും അല്ലല്ലോ. ഇതും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെയല്ലോ. ഇപ്പോഴത്തേതല്ല, അത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പൊ നമ്മുടെ നോർമലി ഉള്ള ഒരു ആ ആ സോളിഡ് 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 ടൈപ്പ്. അതെ, സോളിഡ് ടൈപ്പ് ആണ് നമ്മൾ. അതായത് നമ്മുടെ ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഒരു റഫ് യൂസ് ആണ്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഇതൊന്നും അല്ലല്ലോ, നമുക്ക് ജസ്റ്റ് പഠിപ്പിക്കാനുള്ള ഒരു രീതിക്കോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള രീതിക്കോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോളിഡ് ആയിട്ടുള്ള സാധനമായിരിക്കും. പക്ഷെ ഇത് പറയുന്നത് എന്താണ്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും ഈ സോളിഡ് എടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ പ്രയാസമാണ്, അല്ലെങ്കിൽ ഈ ഫോർജ്ഡ് ടൂളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രയാസമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ടൈപ്പ് ആണെങ്കിൽ കുറെ ടൈമും കാര്യങ്ങളൊക്കെ ലാഭിക്കും. കാര്യം ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കട്ടിംഗ് എഡ്ജ് മാത്രമല്ല ഇൻ കോൺടാക്ട് വരുന്നത്. അപ്പം അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റിയിട്ട് പുതിയൊരു സാധനം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രയാസം വരത്തില്ല. മറ്റേ സോളിഡ് എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, നിങ്ങൾ അതിനെ എടുത്തതിന് ശേഷം വീണ്ടും റീഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വീണ്ടും യൂസ് ചെയ്യേണ്ടത്. അപ്പം അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്തായിരിക്കും, ഈ ഒരു ടൂൾ ഇൻസേർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. അപ്പൊ നോക്കാം, ടൂൾ ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാലും ചുമ്മാ കേട്ട് വയ്ക്കുക. കാർബൈഡ് ആൻഡ് അതർ ഹാർഡ് ടൂൾ മെറ്റീരിയൽ ആർ വെരി കോസ്റ്റ്ലി അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാർബൈഡ് പോലുള്ള സാധനം, അതുപോലെ തന്നെ മറ്റുള്ള എന്താണ് ഹാർഡർ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എടുക്കുകയാണെന്ന് അല്ലെങ്കിൽ മറ്റു ടൂൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. മോറോവർ ദേ കനോട്ട് ബി മെഷീൻഡ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാൻ, ഇതിനെ ഒറ്റയ്ക്ക് കിടന്നിട്ട് എന്തെങ്കിലും മെഷീൻ ചെയ്യിപ്പിക്കാൻ പാടാണ്. അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കട്ടിംഗ് എഡ്ജ് ബ്ലണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടിംഗ് എഡ്ജിനെ പിടിച്ചിട്ട് വീണ്ടും റീഗെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. സോ ഓൺലി ടൂൾ ടിപ്സ് ആർ മെയ്ഡ് ഫോർ സച്ച് മെറ്റീരിയൽ യൂസിങ് പൗഡേർഡ് മെറ്റലർജിക് ടെക്നിക് അല്ലെ. അതായത് ഇതിന്റെ ടൂളിന്റെ ടിപ്പുകൾ അല്ലെ, ടൂളിന്റെ ടിപ്പ് എന്നറിയപ്പെടുന്ന ടൂളിന്റെ ഇതായിട്ടുള്ള സംഭവം അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജ് വരുന്ന പർട്ടിക്കുലർ പോർഷൻ. അപ്പൊ ഇതുണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് ആയിരിക്കും പൗഡേർഡ് മെറ്റലർജി ടെക്നിക്. അത് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലെ. കാർബൈഡ് ടൂളിന്റെ ഒരു സംഭവത്തിന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. കാർബൈഡ് ടൂൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പവർ പ്രസ്സിൽ കൊണ്ടുപോയിട്ട് സിൻഡറിങ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ആയിക്കോട്ടെ. അല്ല, കുഞ്ഞിത്തിന് ഇറക്കുന്ന കേസാണോ പറയാ. അങ്ങനെ
ചക്കര. അങ്ങനെ. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണയായിട്ടല്ലേ കാർബൈഡ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പൗഡേർഡ് മെറ്റലറിക് ടെക്നിക് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. കാർബൈഡിന്റെ കട്ടിംഗ് ടൂൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സിന്ററിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ആയിരുന്നു അല്ലെ. നമ്മുടെ അലുമിനിയം ഓക്സൈഡ് ഉണ്ടായിരുന്നു, ആ അലുമിനിയം ഓക്സൈഡിനെ അത് സെറാമിക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം. അതുപോലെ തന്നെ കോമ്പാക്ടിങ് എന്ന് പറഞ്ഞ സിന്ററിംഗ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാർബൈഡിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. കാർബൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹൈ ഹീറ്റിലായിരിക്കും നമ്മൾ ഇതാക്കുന്നത്. പ്യുവർ ടങ്ഷനെ ഹൈ ഹീറ്റിലൊക്കെ ഇതാക്കുന്ന സമയത്ത് കാർബൺ ഇതാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കാർബൈഡുകൾ ഉണ്ടാവും. അപ്പൊ അതുപോലത്തെ സംഭവമായിരിക്കും ഇവിടെയും പറയുന്നത്. പൗഡേർഡ് മെറ്റലർജി എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. ഇതിനെ പൗഡർ ആയിട്ട് ഇതാക്കിയതിനു ശേഷം ഒരു മോഡൽ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അതിനെ പ്രസ് ചെയ്തതിനു ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടൂളിന്റെ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ടൂളിന്റെ ഇൻസേർട്ടിന്റെ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്ന ആ പ്രോസസ് ആയിരിക്കും ചെയ്യുന്നത്. It is mixed with a suitable binder in the powder form and compressed in the shape of an insert. ഇപ്പൊ പറഞ്ഞ സാധനം അല്ലെ, ആ ഒരു നമ്മുടെ ഇരിക്കുന്ന കാർബൈഡ് ഉണ്ടെങ്കിൽ ആ കാർബൈഡിന്റെ ബോഡീനെ എടുത്തിട്ട് ഒരു പർട്ടിക്കുലർ ഷേപ്പിലോട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ ബൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ബൈൻഡറും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ബൈൻഡറിന്റെ ഹെൽപ്പിലായിരിക്കും ഈ പരിപാടികൾ ചെയ്യാം. ഇപ്പൊ ഇൻസേർട്ടഡ് അവൈലബിൾ ഇൻ വേരിയസ് ഷേപ്പ് സച്ച് ആസ് ട്രയാംഗിൾ, സ്ക്വയർ, റെക്ടാംഗിൾ, പെന്റഗിൾ, ഹെക്സഗൺ, ഒക്ടഗൺ, ഡയമണ്ട്, സർക്കിൾ. അപ്പം ഈ ഇൻസേർട്ട് എടുക്കുകയാണെങ്കിൽ ഇൻസേർട്ട് നമുക്ക് ഒരുപാട് ഷേപ്പുകളിൽ അവൈലബിൾ ആണ്. അത് തന്നെയായിരിക്കും നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ ഇൻസേർട്ടുകൾ ഏതൊക്കെ ഷേപ്പിൽ അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഇതറിയാമെങ്കിൽ സ്ക്വയർ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, ട്രയാംഗിൾ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, ഒക്ടഗൺ ഉണ്ട്, പെന്റഗൺ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, സർക്കിൾ ഉണ്ട്, ട്രൈഗൺ ഉണ്ട്. അങ്ങനെയുള്ള കണ്ടമാനമായിട്ടുള്ള ഷേപ്പുകളിൽ നമുക്ക് ഇൻസേർട്ടുകൾ അവൈലബിൾ ആണ്. ചുമ്മാ കേട്ട് വെച്ചെന്നാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. നോക്കാം. അപ്പം അതിന്റെ ഇൻസേർട്ട് ആർ അവൈലബിൾ, അപ്പം അത് പറഞ്ഞല്ലേ ഇത്രയും ഷേപ്പുകൾ അവൈലബിൾ ആണ്. ദേ കനോട്ട് ബി റീഷാർപ്പൻഡ് ബട്ട് ദേ ഹാവ് എ നമ്പർ ഓഫ് കട്ടിംഗ് എഡ്ജസ്. അതായത് നമുക്ക് ഇത് ചെറിയ ഐറ്റം ആണ് അല്ലെ, നമ്മുടെ മറ്റേ നമ്മുടെ ഇരിക്കുന്ന സോളിഡ് ആയിട്ടിരിക്കുന്ന ഒരു ടൂള് പോലെ അല്ല, ഇത് ഭയങ്കര ചെറുതായത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഓരോ കട്ടിംഗ് എഡ്ജിനെയും വീണ്ടും വീണ്ടും റീഷാർപ്പൻ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്താ പ്രത്യേകത, അപ്പം ഒരു ട്രയാംഗിൾ ഷേപ്പ് എടുക്കുന്നു എന്ന് വെച്ചോ, ട്രയാംഗിൾ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കട്ടിംഗ് എഡ്ജ് കാണും, ഇവിടെ ഒരു കട്ടിംഗ് എഡ്ജ് കാണും, ഇവിടെ ഒരു കട്ടിംഗ് എഡ്ജ് കാണും. അപ്പൊ എന്ത് ചെയ്യുക, ഈ കട്ടിംഗ് എഡ്ജിനെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി അല്ലെ. അതായത് നിങ്ങൾക്ക് ഈ കട്ടിംഗ് എഡ്ജ് തീരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ടിംഗ് എഡ്ജിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനൊന്ന് അതും പോയി ഇതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ 3 കട്ടിംഗ് എഡ്ജുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് ഓരോ ഷേപ്പുകൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ സർക്കിൾ എടുക്കുകയാണെങ്കിൽ സർക്കിളിന് ചുറ്റുപാടും കട്ടിംഗ് എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ട്രൈഗൺ എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ റെക്ടാംഗുലർ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് മോർ ദാൻ കട്ടിംഗ് എഡ്ജുകൾ പോസിബിൾ ആയി വരുന്ന ആ ടൈപ്പ് ഓഫ് ഇതായിരിക്കും എന്തെന്നറിയപ്പെടുന്ന ഈ ഒരു ടൂൾ ഇൻസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ. അപ്പം ഇതിൽ അതുകൊണ്ട് തന്നെ ഡിസൈഡ് അപ്പം ഇൻസേർട്ട് ആർ പ്രൊഡ്യൂസ്ഡ് വേരിയസ് സൈസ് ആൻഡ് തിക്നെസ് അല്ലെ. ഒരു വേരിയസ് സൈസസിലും വേരിയസ് തിക്നെസ്സിലും നമുക്ക് ഇൻസേർട്ടുകൾ അവൈലബിൾ ആണ്. സ്മോളസ്റ്റ് പോസിബിൾ സൈസ് ഈസ് ചൂസൺ ടു പ്രൊഡ്യൂസ് ദ ഡിസൈഡ് ഡെപ്ത് ഓഫ് കട്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെപ്ത് ഓഫ് കട്ട് ഒക്കെ എടുക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എന്താണ് ചെറിയ ഡെപ്ത് ഓഫ് കട്ട് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ തിക്നെസ് ഉള്ള ഇൻസേർട്ട് ഉപയോഗിച്ചാൽ മതി. അതേസമയം ഡെപ്ത് ഓഫ് കട്ട് കൂടുതലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പം കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഇൻസേർട്ട് അല്ലെങ്കിൽ വലിയ തിക്നെസ് ഉള്ള ഇൻസേർട്ടുകൾ യൂസ് ചെയ്യാം. നമുക്കത് കോമൺ സെൻസ് അല്ലേ. അതായത് ചെറിയ യൂസിന് വേണ്ടിയിട്ട് ചെറുത് ഉപയോഗിക്കുക, വലിയ യൂസിന് വേണ്ടിയിട്ട് വലുത് ഉപയോഗിക്കുക. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. തിക്നെസ് ഓഫ് ആൻ ഇൻസേർട്ട് അഫക്ട്സ് ഇറ്റ്സ് സ്ട്രെങ്ത് അല്ലെ. അതായത് നമ്മുടെ ഇരിക്കുന്ന വർക്ക് പീസ് എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ നമ്മൾ ഇരിക്കുന്ന ആ ഒരു വർക്ക് പീസ് ആയിക്കോട്ടെ, ആ വർക്ക് പീസ് ഭയങ്കര സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു വർക്ക് പീസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻസേർട്ടിന്റെ സൈസ് ഭയങ്കര ചെറുതാണെങ്കിൽ ഇൻസേർട്ട് പൊട്ടിപ്പോവാം. അതേസമയം നമ്മളിൽ ഇരിക്കുന്ന വർക്ക് പീസ് ഭയങ്കര ചെറുതും അതേസമയം നിങ്ങൾ എടുത്തിരിക്കുന്ന ടൂൾ ഇൻസേർട്ടിന്റെ സൈസ് ഭയങ്കര വലുതാണെങ്കിൽ എന്ത് ചെയ്യാം, ടൂൾ ഇൻസേർട്ട് ഭയങ്കര രീതിയിൽ പെനട്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, രണ്ടും കൂടെ കമ്പയർ ചെയ്യണം അല്ലെ. അതായത് നമ്മുടെ ഇരിക്കുന്ന വസ്തുവിന്റെ ഹാർഡ്നെസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെയൊക്കെ വെച്ചിട്ടായിരിക്കും, അതിന്റെയൊക്കെ ബേസിസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻസേർട്ടിന്റെ തിക്നെസ്സിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്സിനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിന്റെ ബേസിസിലായിരിക്കണം. ഇതൊക്കെ അറിയാന്നുള്ള കേസുകൾ തന്നെ ചുമ്മാ കേട്ട് വെച്ചിരിക്കുക. Hence for a large depth of cut and feed a thicker insert is. അതായത് ഭയങ്കര ഡെപ്ത് ഓഫ് കട്ട് അതുപോലെ തന്നെ ഭയങ്കര ഫീഡും കൊടുക്കേണ്ട ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ ചെറിയ ഇൻസേർട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല. പകരം എന്ത് ചെയ്യുക, വലിയ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വലിയ തിക്നെസ് ഉള്ള ഇൻസേർട്ടുകൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻസേർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാം ഒന്നും പഠിക്കേണ്ട, ചുമ്മാ എന്താണ് ഇത് മാത്രം ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. ഫസ്റ്റ് അതായത് ടൂൾ ഇൻസേർട്ട് എടുക്കുകയാണെങ്കിൽ ആ ഇൻസേർട്ടിന് നോമൻക്ലേച്ചർ മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ CNMGA120408. ആ കാർബൈഡ് ഇൻസേർട്ട് ഒക്കെ ആയിരിക്കും മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന കാർബൈഡിന്റെ ഇൻസേർട്ട് ആയിരിക്കും. കാർബൈഡ് ആയിരിക്കും. ആ സോളിഡ് ടൂൾസിന് പകരമായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും സോളിഡ് ടൂൾസിനെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറ്റില്ല. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്.
അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഇൻസേർട്ടിനെ അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതേസമയം നമ്മളിപ്പം ജനറൽ പർപ്പസ് എടുക്കുന്ന സമയത്ത് കാർബൈഡിന് ചെലവാണ്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ നമ്മൾ റീഗ്രൈൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് റീഗ്രൈൻഡ് ചെയ്ത് ആ സോളിഡ് ആയിട്ടുള്ള ടൂൾ ആയിരിക്കും ഉപയോഗിക്കുക. ജനറൽ പർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത് വർക്ക്ഷോപ്പിൽ. അപ്പൊ വർക്ക്ഷോപ്പിൽ നമുക്ക് ഒരു പ്രൊഡക്ഷൻ കമ്പനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അതായത് ഞാൻ പറയുന്നത് നമ്മുടെ ITIലോ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരിക്കുന്ന വർക്ക്ഷോപ്പിന്റെ കേസാണ് പറയുന്നത്. അല്ലാതെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിലുള്ള വർക്ക്ഷോപ്പിന്റെ കേസിൽ പറയുകയാണെങ്കിൽ കാർബൈഡ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാർബൈഡ് ടൂൾസ് ആയിരിക്കും ഉപയോഗിക്കുക. കാരണം അത്രയും പ്രിസിഷൻ വരണം. അതുപോലെ തന്നെ നമുക്ക് ടൈം ഇല്ല അല്ലെ, പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണെങ്കിൽ നമ്മൾ കാർബൈഡ് ഇൻസേർട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ത്രോ ത്രോ എവേ ടൈപ്പ് എന്നാണ് ഇതിനെ നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളൂ. ത്രോ എവേ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കേട്ടുള്ളൂ, ത്രോ എവേ ടൈപ്പ്. ഇൻസേർട്ട് ടൈപ്പും പഠിച്ചിട്ടുണ്ട്. ത്രോ എവേ ടൈപ്പ് എങ്ങനെയാണല്ലോ, ഈ സാധനം എല്ലാം അങ്ങനത്തെ ടൈപ്പ് അല്ലേ, ത്രോ എവേ ടൈപ്പ്. കുഞ്ഞായിരിക്കും, കുഞ്ഞു ബിറ്റ് പോലെ ഇരിക്കുന്നത്, ത്രോ എവേ ടൈപ്പ്. അത് ബ്രേസ് ചെയ്ത് അതെന്ത് ചെയ്യാം, ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുക എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത് നമ്മുടെ ഇരിക്കുന്ന ഷാങ്കിന്റെ പോർഷൻ ഹൈ കാർബൺ സ്റ്റീലും, അതേസമയം നമ്മളെ കട്ടിങ് എഡ്ജിന് വരുന്ന പോർഷൻ വേറെ ഏതെങ്കിലും സാധനമായിരിക്കും, ചിലപ്പോൾ HSS ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കയറ്റി വരുന്നത്. അതായത് ഷാങ്കിന്റെ പോർഷൻ, അതായത് ഈ കട്ടിങ് എഡ്ജ് വരാത്ത പോർഷൻ ഒരു ഐറ്റവും കട്ടിങ് എഡ്ജ് വരുന്ന പോർഷൻ ഒരെണ്ണം, ഇത് തമ്മിലായിരിക്കും ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുക. അത് വേറെ ടൈപ്പ്, ബ്രേസ്ഡ് ടൈപ്പ്. അതെന്ന് പറഞ്ഞത് ടോട്ടലി നമുക്ക് ഷാങ്കും കട്ടിങ് എഡ്ജും കൂടെ ചേർത്തിട്ട് HSS ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി പാളും, മീൻസ് ഭയങ്കര റേറ്റും കാര്യങ്ങളാണ്. അപ്പൊ അത് പറ്റാത്ത സമയത്ത് രണ്ട് മെറ്റീരിയൽ ഒരു അങ്ങനെ അതെ അതെ, അത് കോമ്പിനേഷൻ ആണ്, അത് ഓരോന്നിന്റെയും കോമ്പിനേഷൻ ആണ്. ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇങ്ങനെ പറഞ്ഞു, അത് ബ്രേസിംഗ് ആണ്, അതിനെ പറഞ്ഞ ബ്രേസിംഗ് അതായത് വെൽഡ് ചെയ്യുന്ന പോലത്തെ ആ സാധനമാണ് ഈ ബ്രേസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെൽഡ് ചെയ്യുന്ന പോലത്തെ ഒരു സെറ്റപ്പ്, അതായത് രണ്ട് മെറ്റീരിയൽ തമ്മിൽ വെൽഡ് ചെയ്യുക, അതിന് പകരം നമ്മൾ ഇത് ബ്രേസിംഗ് എന്നായിരിക്കും ആ ടേമിനെ പറയുക. ഓക്കെ, ത്രോയവേയും ഇതേപോലെ തന്നെ, അതായത് കുഞ്ഞായിട്ടുള്ള ഒരു പീസ് ആയിരിക്കും, അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളും കാണും. ത്രോ എവേ ടൈപ്പ് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇപ്പൊ ഇൻസേർട്ട് പോലെ തന്നെ ഒരു ഐറ്റം തന്നെ ആയിരിക്കും, അതിനും ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനം കാണും. എന്നിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ യൂസ് കഴിഞ്ഞിട്ട് അത് ഫുള്ളി ബ്ലണ്ട് ആയി പോകും, കട്ടിങ് എഡ്ജ് ഇല്ലാതായി പോകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു പീസിനെ ഫുൾ എടുത്ത് കളയും. അത് ആ ഇൻസേർട്ടിന്റെ സംഭവം തന്നെ, അതും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ത്രോ എവേ ടൈപ്പ് ഇൻസേർട്ടുകൾ എന്ന് തന്നെയായിരിക്കും പറയുക. നമ്മളിപ്പം അതെ, നമ്മളിപ്പം ഈ കാണുന്ന ഈ സാധനങ്ങളെല്ലാം അങ്ങനത്തെയാണ്. ഇതിനെ നിങ്ങൾക്ക് എവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി പറ്റും? നമ്മളിലിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട CNC ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ടറട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ആ ടറട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ടൂൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ കാണും, ടൂൾ ഹോൾഡർ. ആ ടൂൾ ഹോൾഡറിലായിരിക്കും ഇതിനെ കൊണ്ടുവന്ന് വെക്കുക, ഡയറക്റ്റ് ആയിട്ട് വെക്കുക. അപ്പം ഈ സോളിഡ് ആയിട്ടുള്ള സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ടൂൾ ഹോൾഡറിലല്ലേ കൊണ്ടുവന്ന് വെക്കുന്നത് ഡയറക്റ്റ് ആയിട്ട്. എന്നിട്ട് അതിൽ മറ്റേ പാക്കിംഗ് പീസിന്റെ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് നമ്മൾ ഇത് പഠിക്കുന്നതൊക്കെ പിടികിട്ടും, നമ്മൾ ആ ഒരു ടൂളുമായിട്ട് ബന്ധപ്പെട്ടെ നമ്മൾ മറ്റേ ലൈസിൽ പഠിക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പിടികിട്ടും. എന്തായാലും ഇൻസേർട്ട് എന്ന് മാത്രം കേട്ട് വെച്ചിരിക്കുക, അത് പിന്നെ വേറെ ഇതൊന്നുമില്ല. ഇൻസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഐറ്റം സെറ്റപ്പ്, സോളിഡ് അല്ല, പകരം അല്ല ഷാങ്ക് ഒന്നും കാണത്തില്ല, ആ വെറും ഇൻസേർട്ട് മാത്രമേ കാണത്തുള്ളൂ. ഷാങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. ടൂൾ പോസ്റ്റ് തന്നെ, അത് സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ടൂൾ പോസ്റ്റ് ആണ്. നമ്മൾ കണ്ടിട്ടുള്ള ടൂൾ പോസ്റ്റ് ഒക്കെ മനസ്സിലാവുന്ന മറ്റേ സാധനമായിരിക്കും, സിംഗിൾ വേ, 4 വേ, അതൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഈ ഇൻസേർട്ടിനെ ബിൽഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടൂൾ പോസ്റ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. അതായത് ഇൻസേർട്ട് ഹോൾഡർ വിത്ത് ഹോൾഡർ, അതെ ഹോൾഡർ, അതെ ടൂൾ പോസ്റ്റിൽ വെക്കാൻ, അതെ അതെ അതെ, അത്രേ ഉള്ളൂ. അതായത് അതെ, നമുക്ക് ടൂൾ ഹോൾഡർ ഉണ്ട്, ആ ടൂൾ ഹോൾഡറിന്റെ അതെ ഒരു ഹോൾഡർ ഉണ്ട്, ആ ഹോൾഡറിലാണ് ഈ ഇൻസേർട്ടിനെ വെക്കുക. എന്നിട്ട് ഈ ഹോൾഡറിന്റെ സെറ്റപ്പ് ആയിരിക്കും ടൂൾ പോസ്റ്റിൽ വെക്കുക. അതാണ് ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ താഴോട്ട് എവിടെയെങ്കിലും ഉണ്ടാകും തോന്നും, അങ്ങനെ ഒരു സാധനം ഫിഗറിൽ കാണേണ്ടതായിരിക്കും. ഇല്ല, ഇതാണ് ആക്ച്വലി. ഈ ഒരു സാധനം മാത്രം കണ്ടായിരുന്നോ?
ഇതാണ് നമ്മുടെ ഇൻസേർട്ട്. ആ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നില്ലേ, അതാണ് നമ്മുടെ ഇൻസേർട്ട്. ഈ താഴെ ഇരിക്കുന്നതാണ് ഈ ഹോൾഡർ എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ആക്ച്വലി നമുക്ക് ഷാങ്ക് പോലെയൊക്കെ കാണും, പക്ഷെ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ട് അല്ലെ, ഒരു പിൻ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പിൻ വെച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ടിരിക്കുന്നുണ്ടല്ലേ, ആ ഹോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് തമ്മിൽ ഇതാക്കുന്നത് ഒരു പിന്നിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും ഇതാക്കുന്നത്. പിന്ന്, ക്ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ലോക്കിംഗ് മെക്കാനിസംസ് വരുന്നത്. പിന്ന്, ക്ലാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ നമുക്കൊക്കെ, ഷേപ്പ് ഓഫ് ഹോൾ, നോ ഹോള്, സിലിണ്ടറിക്കൽ വിത്ത് ഹോള്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേണ്ട 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 മതി, നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഇതിപ്പോ നമ്മൾ പഠിക്കുന്നത് ടൂൾ ഇൻസേർട്ട് ആണ് അല്ലെ. ടൂൾ ഇൻസേർട്ടിന്റെ നമ്മൾ കടയിൽ ചെന്ന് മേടിക്കുന്ന സമയത്ത് ടൂൾ ഇൻസേർട്ട് നിങ്ങൾക്ക് തരാണെങ്കിൽ ആ ടൂൾ ഇൻസേർട്ടിന്റെ നോമൻക്ലേച്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏത് ടൈപ്പ് ഓഫ് ഷേപ്പ് ആണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഓരോന്ന്, ഇത് എത്ര നോസ് റേഡിയസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയണമെങ്കിൽ ആ ഇൻസേർട്ട് നമുക്ക് ആ ഡപ്പി മേടിക്കുകയാണെങ്കിൽ ആ ഡപ്പിയുടെ ബാക്കിലായിട്ട് ഈ ഒരു ഇൻസേർട്ടിന്റെ ഈ സാധനം ആയിരിക്കും എഴുതുക. ഓക്കെ, മിനിമം ഇതിന് ISO നോമൻക്ലേച്ചർ എന്നായിരിക്കും പറയുന്നത് അല്ലെ. ISO നോമൻക്ലേച്ചർ, ISO ഫുൾ ഫോം എന്തായിരുന്നു? ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ അത് ആ നോമൻക്ലേച്ചർ. അപ്പൊ എവിടെ ചെന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വ്യത്യാസം വരത്തില്ല. അപ്പൊ എവിടെ ചെന്നാലും ഈ ഒരു സാധനത്തിന് വ്യത്യാസം വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്റ്റാൻഡേർഡ് നോമൻക്ലേച്ചർ അറിഞ്ഞിരിക്കും. അല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇതാണ് അല്ലെ, CNMG 120408. ഇല്ല ഇല്ല, ഇത് എല്ലാത്തിനും ഇൻസേർട്ട് ആണ്, എല്ലാത്തിന്റെ ഇൻസേർട്ടാ പഠിക്കുന്നത്. CNC മാത്രമല്ല, എല്ലാ സ്ഥലത്തുള്ള ഇൻസേർട്ട്, എല്ലാ സ്ഥലത്തുള്ള ഇൻസേർട്ടും, അതെ എല്ലാ സ്ഥലത്തുള്ള ഇൻസേർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്. കാര്യം ഇതിന്റെ ടെക്സ്റ്റിനകത്ത് തന്നെ നമ്മുടെ ലേത്തിന്റെ പർട്ടിക്കുലർ പോർഷനകത്തും ഈ ഒരു ഇൻസേർട്ടിനെ കുറിച്ച് പഴയ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് CNC-യിൽ ഇതിപ്പം CNC-യുടെ പർട്ടിക്കുലർ പോർഷനിലാണ് ഇങ്ങനെ ഒരു സാധനം മെൻഷൻ ചെയ്യുന്നത്. പക്ഷെ CNC-യിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതേ ഇൻസേർട്ടിന് തന്നെ നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. കൺവെൻഷണൽ രീതിയിലുള്ള ഇൻസേർട്ടിന് വേണ്ടിയിട്ടും എന്താണ് സെയിം നോമൻക്ലേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അതിന് ഡൗട്ട് ഒന്നും വരത്തില്ല. കാരണം അതായത് നമ്മളിപ്പം CNC-യുടെ പ്രത്യേകത എന്താണ്, CNC-യിൽ നിങ്ങൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെയിം സംഭവം തന്നെ, പക്ഷെ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റേത് മാനുവലി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൊടുക്കുന്ന ആ ഒരു ടൂളിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടും ഒരേ സാധനം തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഇതിപ്പം നമ്മൾ പഠിക്കുന്നത് ടൂൾ ഇൻസേർട്ടിന്റെ നോമൻക്ലേച്ചർ ആണ്, ടൂൾ ഇൻസേർട്ട്. അപ്പൊ ഇതേപോലെ എന്തിന്റെ ഉണ്ട്, ഒരു ബോറിംഗ് ബാർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടൂൾ ഹോൾഡറിന്റെ ഒരു ഇതുണ്ട്, അതായത് ടൂളിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡർ ഉണ്ട്. ആ ഹോൾഡറിനും ഒരു എന്താണ്, ഒരു നോമൻക്ലേച്ചർ ഉണ്ട്. പിന്നെ ഒരു ബോറിംഗ് ബാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അല്ലെ, ആ ബോറിംഗ് ബാറിനും ഒരു നോമൻക്ലേച്ചർ ഉണ്ട്. ബോറിംഗ് ബാർസ് ഫോർ ലെയ്ത്ത് എന്ന് പറഞ്ഞ സാധനത്തിന് നോമൻക്ലേച്ചർ ഉണ്ട്. അങ്ങനെയുള്ള 3 നോമൻക്ലേച്ചർ ഉണ്ട് നമുക്ക്. ബോറിംഗിന് ഉപയോഗിക്കുന്നത് അതിന് ഒരു എന്താണ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, ആ ബാർ വിത്ത് ഹോൾഡർ. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണല്ലോ ഉപയോഗിക്കുന്നത് നമ്മള് ബോറിംഗ് ബാർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു എന്താണ്, ഒരു നോമൻക്ലേച്ചർ. അങ്ങനെയുള്ള 3 പഠിക്കാനുള്ളൂ. അറ്റ്ലീസ്റ്റ് 2 പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അതായത് ഇതിപ്പം ടൂൾ ഇൻസേർട്ട് ആണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തായിരിക്കും, ടൂൾ ഹോൾഡറിന്റെ ആയിരിക്കും. ഇത് ടൂൾ ഇൻസേർട്ട്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ടൂൾ ഹോൾഡറിന്റെ ആയിരിക്കും. ഈ ഇൻസേർട്ടിനെ പിടിപ്പിക്കുന്ന ഹോൾഡർ അല്ലേ, അതിന്റെ നോമൻക്ലേച്ചർ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം ആദ്യത്തെ സാധനം CNMG 120408. അപ്പൊ ഇത് നമ്മൾ ടോട്ടലി കൂട്ടിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ലെറ്റർ വെച്ചിട്ടായിരിക്കും ഇതിന് റെപ്രസെന്റേഷൻ വരിക അല്ലെ. 7 ലെറ്റർ, അതായത് അതിനകത്ത് ലെറ്ററും ഉണ്ട് അതുപോലെ തന്നെ വേർഡും ഉണ്ട്. അപ്പം ഇത് 7 വെച്ചിട്ടായിരിക്കും നോമൻക്ലേച്ചർ വരിക. 7 ആയിരിക്കും പറയുന്നത്. 1 മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ, തേർഡ് ലെറ്റർ, ഫോർത്ത് ലെറ്റർ, ഫിഫ്ത്ത് ലെറ്റർ, സിക്സ്ത് ലെറ്റർ, സെവൻത്ത് ലെറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ 7 ലെറ്റർ വെച്ചിട്ടായിരിക്കും എന്തിനെ റെപ്രസെന്റ് ചെയ്യുക, നമ്മുടെ ഇരിക്കുന്ന ടൂൾ ഇൻസേർട്ടിനെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ സാധനം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പഠിച്ച സാധനം ടൂൾ ഇൻസേർട്ടിന്റെ ഷേപ്പ് ആണ്. അപ്പം ഷേപ്പിനെ വെച്ചിട്ട് തന്നെയായിരിക്കും ഒന്നാമത്തെ ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഷേപ്പ്. ഇപ്പൊ നമ്മൾ ഒരുപാട് ഷേപ്പ് കണ്ടിട്ടുണ്ട് അല്ലെ, ഷേപ്പുകൾ കണ്ടിട്ടുണ്ട്. സ്ക്വയർ ഉണ്ട്, ട്രയാംഗുലർ ഉണ്ട്, ഹെക്സഗൺ ഉണ്ട്, ഒക്ടഗൺ ഉണ്ട്, പെന്റഗൺ ഉണ്ട്, റെക്ടാംഗുലർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, പാരലോഗ്രാം ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ട്രൈഗൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഓരോ ഷേപ്പിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആയിരിക്കും എന്തിൽ റെപ്രസെന്റ് ചെയ്യുക, ഫസ്റ്റ് ആയിട്ടുള്ള ലെറ്ററിനെ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പം C എടുക്കുകയാണെങ്കിൽ C റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഡയമണ്ട് ഷേപ്പ് ആണ്. C റെപ്രസെന്റ് ചെയ്യുന്ന സാധനം ഡയമണ്ട് ഷേപ്പ് ആണ്. C സർക്കുലർ ഒന്നും പഠിച്ചു വെക്കരുത്, ഡയമണ്ട് ഷേപ്പ് ആണ്. C റെപ്രസെന്റ് ചെയ്യുന്നത് ഡയമണ്ട് ഷേപ്പ് ആണ്. ഓക്കെ, ഇൻസേർട്ടുകൾ ഉപയോഗിക്കുന്നത് ഓരോന്നിന്റെ എല്ലാം ഒന്നും പഠിച്ചു വെച്ചിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും നോക്കിയേ.
കടയിൽ നിന്ന് മേടിക്കാനും അതുപോലെ തന്നെ നമ്മളെ കയ്യില് ഒരു ഇൻസേർട്ട് ഒക്കെ കൊണ്ടുവരുന്ന എന്തിലായിരിക്കും, ഒരു പെട്ടിയിലായിരിക്കും. അപ്പൊ ആ പെട്ടിക്കകത്ത് ഈ ഒരു സാധനമായിരിക്കും ഇതാക്കുക. നമ്മൾ ആ റെസിസ്റ്ററിന്റെ കളർ കോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ആ ആ ആ ഇങ്ങനെ നമ്പറാ ഉണ്ടാവുക. നമ്മളെ കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടില്ലേ? അതായത് നമുക്ക് ചുമ്മാ മെനക്കെട്ട് എഴുതാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഓരോ കളർ കോഡ് ഇട്ടിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്തത്. അതിനെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്കായിരിക്കും റെസിസ്റ്റൻസിന്റെ വാല്യൂ കിട്ടുക. അപ്പൊ അതേപോലെ തന്നെ ഇതിനകത്ത് സെന്റൻസ് വൈസ് എഴുതുകയാണെങ്കിൽ ഇത് ഭയങ്കര രീതിയിൽ വലുതായി പോകും അല്ലെ? അപ്പൊ നമുക്ക് അതിനകത്ത് റെപ്രസെന്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇതിനകത്ത് ഇതാക്കുക. നമ്മളെ ടയറിന്റെ നോമൻക്ലേച്ചർ ഒക്കെ കണ്ടിട്ടില്ലേ? ടയറിനകത്ത് മാനുഫാക്ചറിംഗ് ഡേറ്റും അതുപോലെ തന്നെ എത്ര റേഡിയൽ ആണോ എന്താണെന്ന് പറഞ്ഞിട്ട് 6 എന്നിട്ടിരിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടയറിന്റെ റേഡിയസ് എത്രയാണ്, അതുപോലെ തിക്നെസ് എത്രയെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് ബാർ ഇട്ടിട്ടായിരിക്കും എഴുതി വെക്കുക. ടയറില്ലേ, നമ്മൾ വണ്ടിയുടെ ടയർ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതത്തില്ലേ? അപ്പൊ അതേപോലെ ഒരു ബാർ കോഡിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്നായിരിക്കും പറയുക. ഓക്കെ, പെട്ടിയിൽ ഉണ്ടാവുക. ഓക്കെ ആണോ? അവർ പറയുന്നത് മിനിമം 7 ലെറ്റർ, ഇപ്പൊ ഒരു 7 ലെറ്റർ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇതിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. 7 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 അല്ല, അതിൽ കൂടുതൽ വെച്ചിട്ടും വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു 9 വരെയൊക്കെ പോവാം കേട്ടോ. 7 അല്ല, ആക്ച്വലി ഒരു 9 വരെയൊക്കെ പോവാം. പക്ഷെ നമ്മളെ ടെക്സ്റ്റ് പ്രകാരമാണെങ്കിൽ 7 വരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. 9 വരെ പോവാം. 7 to 9 എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. മാക്സിമം 11 എന്തോണം പോകുന്നത്. നമുക്ക് 11 ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 9 വരെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 7 മുതൽ 9 വരെ. നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് 7 കൊടുത്തിട്ടുള്ളൂ. ഒരു എക്സ്ട്രാ ഒരു 2 കൂടെ ടെക്സ്റ്റിനകത്ത് ഒരു ചുമ്മാ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചുമ്മാ ഒന്ന് പഠിക്കാം. അപ്പൊ നോക്കാം. അപ്പൊ ഒന്നാമത്തെ സാധനം പറയുന്നത് ഇൻസേർട്ടിന്റെ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഇൻസേർട്ടിന്റെ ഷേപ്പ് നമ്മളിപ്പോ എത്രയും കണ്ടു. അതിനകത്ത് സി റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ എയും ബിയും കെയും അടിച്ചിരിക്കുക. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. എയും ബി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. എസ് മീൻസ് സ്ക്വയർ, ട്രയാംഗുലർ, ഹെക്സഗണൽ, ഒക്ടഗണൽ, പെന്റഗണൽ, എൽ മീൻസ് റെക്ടാംഗുലർ, R മീൻസ് റൗണ്ട്. അതുവരെ കുഴപ്പമില്ല. എയും ബിയും കെയും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എന്തായിരുന്നു? പാരലോഗ്രാം ആണ്. പാരലോഗ്രാം. അതിനകത്ത് വേറെ ഒന്നും പഠിക്കണ്ട. നോസ് ആംഗിൾ അതൊന്നും പഠിക്കണ്ട, കാരണം അതൊന്നും ചോദിക്കത്തില്ല. എന്നാൽ എയും ബിയും കെയും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചേക്കുക. എ ബി കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാരലോഗ്രാം ആണ്. അതേസമയം സി ഡി ഇ എഫ് എം ബി ഇതെല്ലാം വരുന്ന സമയത്ത് എന്തായിരിക്കും അത് വരുന്ന ഡയമണ്ട് ഷേപ്പ്. ഡബ്ല്യു എന്ന് പറയുന്ന സാധനം ട്രൈഗൺ ആണ്. ട്രൈഗൺ. ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ട്രൈഗൺ. കണ്ടല്ലോ? ട്രൈഗൺ എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 ഹെക്സഗണലാണ്. പക്ഷെ ഹെക്സഗണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇരിക്കുന്ന ഹെക്സഗണൽ ആയിരിക്കില്ല. അതാണ് ഈ ട്രൈഗൺ എന്ന് പറഞ്ഞ സാധനം. പ്രത്യേക ഷേപ്പ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പം ഇത് ഒന്നാമത്തെ ലെറ്റർ കഴിഞ്ഞു അല്ലെ? ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ ലെറ്ററിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സാധനത്തിന്റെ പേരായിരിക്കും റിലീഫ് ആംഗിൾ എന്ന് പറയും. ക്ലിയറൻസ് ആംഗിൾ എന്നോ റിലീഫ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ക്ലിയറൻസ് അല്ലെങ്കിൽ റിലീഫ് ആംഗിൾ. അപ്പൊ റിലീഫ് ആംഗിളോട് ബന്ധപ്പെട്ട സാധനമായിരിക്കും രണ്ടാമത്തെ ലെറ്ററിന് റെപ്രസെന്റ് ചെയ്യുന്നത്. എൻ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടായിരിക്കും റിലീഫ് ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പണ്ട് എപ്പോഴും പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടി പാടില്ല, ഒരുപാട് കുറഞ്ഞ ക്ലിയറൻസ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരുപാട് കുറവാണ് നമ്മൾ ക്ലിയറൻസ് കൊടുക്കുന്നതെങ്കിൽ കട്ടിങ് എഡ്ജ് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഒരുപാട് കൂടുതലാണ് നമ്മൾ ക്ലിയറൻസ് കൊടുക്കുന്നതെങ്കിൽ ഒരുപാട് എന്താവത്തില്ല, കട്ടിങ് പ്രോപ്പർ ആയിട്ട് പോസിബിൾ ആകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടെപ്പോഴും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ സാധനം തന്നെയാണ് ഇതിനകത്തും വരിക. സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ എല്ലാത്തിന്റെയും നോമൻക്ലേച്ചർ പഠിക്കും. ആ സമയത്ത് ഇതെല്ലാം പഠിക്കും. എന്നാലും ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, അതിന്റെ പേര് റിലീഫ് അല്ലെങ്കിൽ ക്ലിയറൻസ് ആംഗിൾ. രണ്ടാമത്തെ റെപ്രസെന്റേഷൻ ചെയ്യുന്നത്, രണ്ടാമത്തെ സാധനത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് റിലീഫ് ആംഗിളിനായിരിക്കും. ഈ റിലീഫ് ആംഗിൾ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എ ബി സി ഡി ഇ എഫ് ജി അല്ലെ? എന്നിട്ട് നമ്മൾ 3 5 7 11 15 20 25 30 എന്നും അതുപോലെ തന്നെ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0 ഡിഗ്രി. ഇതൊന്നും പഠിക്കണ്ട, ചുമ്മാ ഒന്ന് കേട്ട് വെച്ചിരിക്കുക. അപ്പൊ രണ്ടാമത്തെ ലെറ്റർ, ഒന്നാമത്തെ സാധനം വന്നിട്ട് ഇൻസേർട്ടിന്റെ ഷേപ്പ് ആണെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് റിലീഫ് ആംഗിളിനെയാണ്. ഓക്കെ ആണോ? ഇനി മൂന്നാമത്തത് എന്നറിയപ്പെടുന്നത്, നമുക്ക് ഓരോ ഡയമെൻഷൻസ് ഉണ്ട് അല്ലെ? ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ഡയമെൻഷൻസ് ഉണ്ട്. ആ ഡയമെൻഷൻസിനൊക്കെ ഓരോന്നിന്റെ വാല്യൂസിന് എത്രമാത്രം ടോളറൻസ് കൊടുക്കാം, എത്രമാത്രം ടോളറൻസ്, അതായത് അലവൻസ് എന്നൊക്കെ പറഞ്ഞ പോലെ എത്രമാത്രം ടോളറൻസ് കൊടുക്കാം. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാക്സിമം എത്ര പോസിബിൾ ആക്കാം, മിനിമം എത്ര പോസിബിൾ ആക്കാം എന്നുള്ള സാധനമായിരിക്കും പറയുക. അതായത് ചിലപ്പോൾ എക്സാമ്പിൾ കൊടുക്കുന്ന ഇതിന്റെ തിക്നെസ് എടുക്കാം. തിക്നെസ് എത്ര മാക്സിമം പോസിബിൾ ആക്കാം, അല്ലെങ്കിൽ തിക്നെസ് എത്ര മിനിമം പോസിബിൾ ആക്കാം. അങ്ങനെയുള്ള സാധനത്തിനായിരിക്കും ഓരോതിന്റെയും ടോളറൻസ് എന്നുള്ള രീതിയിൽ പറയുക. അപ്പം ആ ടോളറൻസിന്റെ വാല്യൂ ആയിരിക്കും തേർഡ് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ എങ്ങനെ പഠിച്ചു വെക്കുക? ഫസ്റ്റ് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസെർട്ട് ഷേപ്പ്, രണ്ടാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് റിലീഫ് ആംഗിൾ, മൂന്നാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ടോളറൻസിന്റെ വാല്യൂ ആയിരിക്കും. അതിൽ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന ടോളറൻസിന്റെ സാധനം എന്ന് അറിയപ്പെടുന്നത് ഒരു തിക്നെസിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ തിക്നെസ് എത്ര മാക്സിമം പോസിബിൾ ആവുന്നുണ്ട്, എത്ര മിനിമം. ടോളറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ, ഒരു മാക്സിമം ഒരു മിനിമം വാല്യൂ നമുക്ക് ഒരു അലവൻസിന്റെ കൂടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ അതിനായിരിക്കും അവർ ടോളറൻസ് എന്ന് പറയുന്ന സാധനത്തിന് ലിമിറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുക. ഓക്കെയാണ്?
ടോളറൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അതായത് ഒരു എത്രമാത്രം, അതായത് ഇപ്പൊ എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ തിക്നെസിന്റെ വാല്യൂവിൽ എത്രമാത്രം കൊടുക്കാം, അല്ലെങ്കിൽ എത്രമാത്രം കൂടുതൽ കൊടുക്കാം, എത്രമാത്രം കുറഞ്ഞു കൊടുക്കാം എന്നുള്ള സാധനം ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ തേർഡ് CNMG എം. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് ഫോർത്ത് ലെറ്റർ അല്ലെ. ഫോർത്ത് ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് G ആണ് അല്ലെ. G എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ജോമെട്രിക്കൽ ഫീച്ചർ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചിലപ്പം ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് കാണും. അതായത് ചിലപ്പം ജോമെട്രിക്കൽ ഫീച്ചേഴ്സിന്റെ പ്രത്യേകത എന്നറിയപ്പെടുന്ന ഇതിന്റെ സെന്ററിൽ ചിലപ്പോൾ ഒരു ഹോൾ കാണും. ഇതിന്റെ സെന്ററിൽ ചിലപ്പോൾ ഒരു ഹോൾ കാണാം, അല്ലെങ്കിൽ സിലിണ്ടറിൽ ഒരു കാരണവശാലും ഹോൾ ഇല്ല എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചിപ്പ് ബ്രേക്കർ കാണും. നമുക്കറിയാലോ വലിയ വലിയ ചിപ്പുകളൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളതിൽ കണ്ടിന്യൂസും ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ചിപ്പുകളാണ് വരുന്നത്. അതിനകത്ത് ഡിസ്കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കണ്ടിന്യൂസ് ചിപ്പാണ് വരുന്നതെങ്കിൽ ചിപ്പിന് ഇടയ്ക്കും മറക്കും ബ്രേക്ക് ചെയ്ത് കൊടുത്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളൂ. അപ്പൊ അതിനെ നമുക്ക് മാനുവലി ബ്രേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ചിപ്പ് ബ്രേക്കർ എന്ന് പറഞ്ഞ സാധനം, അതായത് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇൻസേർട്ടിന്റെ ഷേപ്പിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ചിപ്പിനെ ബ്രേക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു പ്രൊജക്ഷൻ പോലെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കും ഇതിന്റെ നാലാമത്തെ പോയിന്റിൽ നമ്മൾ കൊടുക്കുന്നത്. ഒന്നാമത്തെ പറയുന്നത് നമ്മുടെ ഇൻസേർട്ടിന്റെ ഷേപ്പ്, രണ്ടാമത്തെ സാധനം നമ്മൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ എന്തായിരിക്കും, റിലീഫ് ആംഗിൾ, മൂന്നാമത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ടോളറൻസ് ആണ്, നാലാമത്തെ റെപ്രസെന്റേഷൻ പറയുന്നത് ഇതിന്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ആണ്. ജോമെട്രിക്കൽ ഫീച്ചേഴ്സിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. രണ്ട് റിലീഫ് ആംഗിൾ, മൂന്ന് ടോളറൻസ്, നാല് പറയുന്നത് ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ആണ്. ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നടുക്ക് ഒരു പിൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടോ, അതായത് നമ്മുടെ ഇൻസേർട്ടിന്റെ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻസേർട്ടിന്റെ നടുക്ക് ഒരു ഹോൾ ഉണ്ടോ, പിൻ ഉണ്ടോ, അതെല്ലാം ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഒരു ചിപ്പ് ബ്രേക്കർ അവൈലബിൾ ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ജോമെട്രിക്കൽ ഫീച്ചറിലാണ്. ഓക്കെ, അതെല്ലാം പറയുന്നത് ആയിരിക്കും ഇതിന്റെ ഒരു നാലാമത്തെ ലെറ്റർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. മേ ഓർ മേ നോട്ട് ഹാവ് എ ഹോൾ അറ്റ് ദ സെന്റർ, ഹോൾ മേ ബി കൗണ്ടർ സിങ്ക്, ഡബിൾ, നടുക്ക് ഹോൾ ഉണ്ടോ ഇല്ലയോ, ആ ഹോളിന്റെ ഷേപ്പുകൾ തന്നെ ചിലപ്പോൾ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ കൗണ്ടർ സിങ്ക് വരുന്ന ഹോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സിംഗിൾ സൈഡിൽ ഒരു സൈഡിൽ മാത്രം ഹോൾ വരാം, അടുത്ത സൈഡിലോട്ട് ഹോൾ വരുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു കൺസെപ്റ്റ് വരാം. അതുപോലെ ചിപ്പ് ബ്രേക്കർ പ്രസന്റ് ചെയ്യാം. അതുപോലെ തന്നെ അതും സിംഗിൾ സൈഡഡ് ആയിട്ടുള്ള ചിപ്പ് ബ്രേക്കർ വരാം, ഡബിൾ സൈഡഡ് ആയിട്ടുള്ള ചിപ്പ് ബ്രേക്കർ വരാം. അതെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ജോമെട്രിക്കൽ ഫീച്ചേഴ്സിലായിരിക്കും. ഓക്കെ ആണ്. അത് ഓരോ ലെറ്റർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചാൽ മതി. ഇവിടെ നമുക്ക് അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയൊന്നും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കത്തില്ല. നമുക്കൊരു കൺസെപ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് അറിഞ്ഞു. അതായത് നമ്മളിപ്പം ഇതിപ്പം നാലാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം അത്രേ ഉള്ളൂ, ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഇത് പറഞ്ഞങ്ങ് വിട്ടാൽ മതി. അല്ലാതെ G റെപ്രസെന്റ് ചെയ്യുന്ന അതിനെയാണ്, A റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തെറ്റുകയും ചെയ്യും, ഇതായിപ്പോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അതൊന്നും ഇല്ല. ഇതേ ഓർമ്മയുള്ളത് ഭയങ്കര കഷ്ടമാണ്. എന്തായാലും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് പോവാൻ നേരത്ത് നമ്മൾ ഇതിനെ വീണ്ടും ഷോർട്ട് നോട്ട് ആക്കണം. അതായത് നമ്മൾ പോവാൻ നേരത്ത് പോകുന്നതിന് 2 ദിവസം മുന്നേ നമുക്ക് നോക്കേണ്ട കുറെ പർട്ടിക്കുലർ പോർഷൻസ് കാണും എന്തായാലും. അപ്പൊ അതിൽ ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ട സാധനമാണ്. അതായത് നമ്മളെ ടൂളുമായിട്ട് ബന്ധപ്പെട്ട സാധനം, ടൂളിന്റെ മെറ്റീരിയൽ, ഓക്കെ, ടൂളിന്റെ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഈ ടൂൾ പിടിപ്പിക്കുന്ന സാധനം, ഈ ലെയ്ത്തിന്റെ പാർട്സ്, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി ഒന്നും നോക്കിയില്ലെങ്കിലും ഇത് ആ അവസാനത്തെ 2 ദിവസം എന്തായാലും നോക്കിയിരിക്കണം. അത് ഇതിനെ ടൂളിന്റെ മെറ്റീരിയൽ, ആ സാധനങ്ങൾ, ടൂളുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ, ആ സാധനങ്ങളല്ല. അപ്പൊ അതിനകത്ത് വരുന്നതായിരിക്കും ഇതും. ടൂളിന്റെ നോമൻക്ലേച്ചർ എല്ലാം അതിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ടൂളിന്റെ നമ്മൾ മറ്റേ ഒരു ടൂൾ മറ്റേ ബാക്ക് റേക്ക് ആംഗിൾ, സൈഡ് റേക്ക് ആംഗിൾ, അത് പറയുന്നില്ലേ, ആ സാധനങ്ങളല്ല നോമൻക്ലേച്ചർ. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഈ ലെയ്ത്തിന്റെ പാർട്ടുകൾ, ലെയ്ത്തിന്റെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലെയ്ത്തിന്റെ പാർട്ട് എല്ലാ കാര്യങ്ങളും അത്രയെങ്കിലും മിനിമം നോക്കിയിട്ട് പോകണം. അത്രയും തന്നെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന്. ടർണർ എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യവശാൽ നമുക്ക് അവസാനത്തെ സ്ലോട്ടിലൊക്കെ ആണെങ്കിൽ അതുവരെയായിട്ടും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒരു അനലൈസ് കിട്ടും. കുട്ടികൾ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഊഹം കിട്ടും. അത് തന്നെയായിരിക്കും മിക്കവാറും ചോദിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 4 വരെ പറഞ്ഞല്ലേ, 4 വരെ പറഞ്ഞു. ഇനിയിപ്പോ 5, 6, 7 ഇനി 3 ഉള്ളൂ. 4 പറഞ്ഞു, ഇനി 5, 6, 7 കൂടെ. അഞ്ചാമതെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സൈസ് ഓഫ് തിങ്സ്. സൈസ് ഓഫ് തിങ്സ്, ക്ലിയറൻസ് എന്നൊക്കെ പറയത്തില്ലേ, ക്ലിയറൻസ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചിട്ടില്ലേ, അതേ സാധനം തന്നെയാണ് ഇവിടെ റിലീഫ് എന്ന് ഉദ്ദേശിക്കുന്നത്, ക്ലിയറൻസ്. അതായത് നമ്മുടെ ആ ഒരു കട്ടിംഗ് എഡ്ജ് മാത്രം ആക്ച്വലി എന്തുമായിട്ട് റിലേറ്റ് ചെയ്താൽ മതി, നമ്മുടെ വർക്ക് പീസുമായിട്ട് കണക്ട് ചെയ്താൽ മതിയല്ലോ. അല്ലാത്ത ഒരു പോർഷനും, കട്ടിംഗ് എഡ്ജ് അല്ലാത്ത ഒരു പോർഷനും നമുക്ക് എന്തുമായിട്ട് ഇതാക്കണ്ട, നമ്മുടെ ഇതുമായിട്ട് ഇതാക്കണ്ട. അപ്പൊ അതാണ് അതിന്റെ റിലീഫ് അല്ലെങ്കിൽ ക്ലിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നമ്മൾ ആ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന്റെ നോമൻക്ലേച്ചർ എടുക്കുന്ന സമയത്ത് ആ റിലീഫ് ക്ലിയറൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനും എന്താണ് സൈഡ് റിലീഫ് ആംഗിൾ ഉണ്ട്, അതുപോലെ തന്നെ എൻഡ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ടല്ലോ. അതേപോലെ തന്നെ അത് തന്നെ, അത് മാത്രം ഇത് ആയാൽ മതി. അപ്പൊ അതിന് ഒരു ചെറിയ ക്ലിയറൻസ് കൊടുക്കും ആരുമായിട്ട് വിത്ത് റെസ്പെക്ട് ടു, അത് ഇങ്ങനെയാണ് ഇങ്ങനെ എന്തോ ഇങ്ങനെയാണ് നമ്മൾ ഇതിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സാധനം കൊടുക്കത്തില്ലേ. അതായത് ആക്ച്വലി ഇവിടെ അതെ അതെ അതെ, അതായത് ഈ ഒരു സാധനം ഈ ഒരു സ്ഥലത്ത് മാത്രം ഇതുമായിട്ട് ടച്ച് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഇങ്ങനെ ക്ലിയറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസേർട്ടിനും അത് തന്നെയാണ് കേട്ടോ, ഇൻസേർട്ടിനും എല്ലാത്തിനും അത് തന്നെയാണ്. പക്ഷെ ഇൻസേർട്ടിന്റെ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമായിരിക്കും. അത് നമ്മൾ എപ്പോഴും നമ്മൾ പഠിക്കുന്നത് എന്തുമായിട്ടായിരിക്കും, ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതും സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ തന്നെ, പക്ഷെ ഇത് ഓരോ ഷേപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമല്ലോ. അതായത് ഇപ്പൊ സർക്കിൾ എടുക്കുന്ന സമയത്ത് വ്യത്യാസമായിരിക്കും, അതേസമയം അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും പറയുക. അപ്പം അതിൽ ഓരോന്നിനും നമുക്ക് ആ ക്ലിയറൻസ് കാണിക്കാൻ വേണ്ടി പ്രയാസമായതുകൊണ്ടാണ് ഇവന്മാർ അതൊന്നും പറയാതെ ജസ്റ്റ് ഒന്ന് ഇത് ആക്കി മാത്രം പറഞ്ഞങ്ങ് വിടുകയാണ്. അതായത് ഇത് റെപ്രസെന്റേഷൻ ആണ്. അപ്പം ഈ റെപ്രസെന്റേഷനിൽ നമ്മൾ ഓൾറെഡി ഒരു മറ്റേ മാനുവൽ കാണും, ആ മാനുവൽ വെച്ചിട്ട് നമ്മൾ തപ്പി പിടിച്ചെടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ കടയിൽ നിന്ന് ഒരു ഇൻസേർട്ട് കൊണ്ടുവന്നുണ്ട്, ആ ഇൻസേർട്ടിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യണം. അപ്പൊ ഡീകോഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളതിൽ ഓൾറെഡി ഒരു മാനുവൽ കാണും. ആ മാനുവലിനകത്ത് കണ്ടില്ലേ ഈ ഒരു സാധനങ്ങൾ അത്രയും നമ്മളതിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ സേ എക്സാമ്പിൾ ഈ എന്നൊല്ലാണ് തരുന്നതെങ്കിൽ അവിടുത്തെ പ്രത്യേകം എന്നറിയപ്പെടുന്നത്, അവിടുത്തെ ഇതെന്നറിയപ്പെടുന്നത് 20 ഡിഗ്രിയാണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരുപാട് ചെയ്യുന്നു. നമ്മുടെ യൂസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഓക്കെ ഓക്കെ, അടുത്ത പറയുന്ന സാധനം 12 ആണ് അല്ലെ. 12 എന്ന് ഉദ്ദേശിക്കുന്നത് എത്രാമത്തെ ആയിരിക്കും? 5ാമത്തെ ലെറ്റർ. അപ്പൊ 5ാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ തിക്നെസ് ഉണ്ട്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ഇൻസേർട്ട് എന്നായിരിക്കും പറയുന്നത്. അപ്പം സൈസ് ഓഫ് ദി ഇൻസേർട്ട്, തിക്നെസ് അല്ല, സൈസ് ഓഫ് ദി ഇൻസേർട്ട് അല്ലെ. സൈസ് ഓഫ് ദി ഇൻസേർട്ട്, ഇൻസേർട്ടിന് എത്ര സൈസ് ഉണ്ടെന്നോ, ഇൻസേർട്ടിന്റെ സൈസ് ആയിരിക്കും പറയാം, ഇൻസേർട്ടിന്റെ സൈസ്. ഇപ്പൊ ഇൻസേർട്ടിന്റെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും. കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ഒരു സിംഗിൾ ഡേറ്റ് വി യൂസ് 0 അതൊന്നും വേണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് അറിയപ്പെടുന്നത് സൈസ് ഓഫ് ദി ഇൻസേർട്ട് അല്ലെ. സൈസ് ഓഫ് ദി ഇൻസേർട്ട് എന്ന് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ കട്ടിംഗ് എഡ്ജ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ കട്ടിംഗ് എഡ്ജെങ്കിൽ ആ കട്ടിംഗ് എഡ്ജ് എത്ര ലെങ്ത്തിലാണ് കട്ടിംഗ് എഡ്ജ് ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇതെടുക്കുകയാണെങ്കിൽ നോക്കി, ഇതിനകത്ത് ഒരു എൽ ലെങ്ത് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, അതാണ് കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്. അത് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് ഓരോന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഒരു കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. ആ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് കണ്ടായിരുന്നോ, കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് എൽ എന്ന് കൊടുത്തിരിക്കുന്നില്ലേ, അതായിരിക്കും എന്ത് പറയുന്നത്, കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്. അതാണ് നമ്മുടെ അടുത്ത 5ാമത്തെ റെപ്രസെന്റേഷനിൽ പറയുന്നത്. അത് mm ലായിരിക്കും. ഇപ്പൊ 12 ആണ് തന്നിരിക്കുന്നതെങ്കിൽ 12 mm ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ അടുത്ത 04 ആണ് പറയുന്നത്, 04. 04 എന്നറിയപ്പെടുന്ന എഗെയിൻ 4 mm വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ 4 mm എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും പറയുന്നത്, കട്ടിങ് ഇതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ഉണ്ടെങ്കിൽ ആ ഇൻസേർട്ടിന്റെ എന്തായിരിക്കും, ഇൻസേർട്ടിന്റെ തിക്നെസ് ഓഫ് ദ ഇൻസേർട്ട് ഇൻ mm. ഓക്കെ, അത് നമുക്ക് അടുത്ത 6ാമത്തെ നമ്മൾ പറഞ്ഞു. 6ാമത്തെ എന്നറിയപ്പെടുന്നത് ഇൻസേർട്ടിന്റെ തിക്നെസ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ഇൻസേർട്ടിന് ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടെങ്കിൽ ആ കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത് ആയിരിക്കും പറയുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ 08. 08 എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ഒരു നോസ് ഉണ്ടെങ്കിൽ ആ നോസിന്റെ റേഡിയസ്. ഇദ്ദേഹത്തിന് ഒരു നോസ് ഉണ്ടെങ്കിൽ ആ നോസിന്റെ റേഡിയസ് ഉണ്ടായിരുന്നോ, നോസിന്റെ റേഡിയസ് ഇതാണ് പറയുന്നത്. അതായത് ആക്ച്വലി നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു കർവ് ചെയ്തിട്ടായിരിക്കും വരിക അല്ലെ, ഇങ്ങനെ ഒരു കർവ് ചെയ്തിട്ടായിരിക്കും വരിക. നമ്മൾ ആ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഓർമ്മയുണ്ടെങ്കിൽ നോസ് റേഡിയസ് എന്നുള്ള പെർട്ടിക്കുലർ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു നോസ് അല്ലെ. അതെ, അപ്പൊ ഇതിനൊരു നോസിന് റേഡിയസ് ഉണ്ട്, അതായിരിക്കും ഇത് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു സാധനം കൊടുത്തിരിക്കുന്നുണ്ടോ, നോസ് ആംഗിൾ നോസ് റേഡിയസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് നോസ് റേഡിയസ്, റേഡിയം എന്നൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്, പക്ഷെ റേഡിയസ് ആണ് അല്ലെ, നോസ് റേഡിയസ്. ഇതാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, നോസ് റേഡിയസ്. അതായത് കട്ടിംഗ് എഡ്ജിന് ഒരു ലെങ്ത് ഉണ്ട്, അതല്ലാതെ ഇങ്ങനെ ഒരു റേഡിയസ് ആയിട്ടാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ അതിന് നിങ്ങൾ പറയുന്ന സാധനമായിരിക്കും ഈ നോസ് റേഡിയസ്. ആ നോസ് റേഡിയസ് ആണ് ആക്ച്വലി എന്തിൽ പറയുന്നത്, 7ാമത്തെ ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒന്ന് നമ്മൾ പറയുന്നത് കട്ടിംഗ് നമ്മുടെ ഇരിക്കുന്ന ഇതിന്റെ ഷേപ്പ് ഓഫ് ദി ഇൻസേർട്ട്. രണ്ടാമത് പറയുന്നത് ഇദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന റിലീഫ് ആംഗിൾ. ഇനി മൂന്നാമത് പറയുന്നത് ഇദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ടോളറൻസിന്റെ കാര്യം. നാലാമത് പറയുന്നത് ജോമെട്രിക്കൽ എന്തായിരിക്കും ഇതിന്റെ ജോമെട്രിക്കൽ ഫീച്ചേഴ്സ് എന്താണ്. 5ാമത് പറയുന്നത് കട്ടിംഗ് എഡ്ജിന്റെ ലെങ്ത്. 6ാമത് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ഇൻസേർട്ടിന്റെ തിക്നെസ് ആയിരിക്കും. 7ാമത് പറയുന്നത് നോസ് റേഡിയസ് ആയിരിക്കും. ഇങ്ങനെയുള്ള 7 എണ്ണം വെച്ചിട്ടായിരിക്കും, മിനിമം 7 എണ്ണം വെച്ചിട്ടായിരിക്കും നമ്മളെ ടൂൾ ഇൻസേർട്ടിനെ റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ ആണോ? ഇമ്പോർട്ടന്റ് ആണ്, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ്. ഇനി 8ഉം 9 ചുമ്മാ പഠിച്ചു വെച്ചിരിക്കാം. 8ഉം 9 ആവശ്യമില്ല, എന്നാലും ചുമ്മാ. 6ാമത്തത് തിക്നെസ്. 7ാമത്തെ നോസ് റേഡിയസ്. ഇനി 8ഉം 9ഉം ചുമ്മാ പഠിച്ചിരിക്കാം. 8ഉം 9 നമ്മളതിൽ ചുമ്മാ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചുമ്മാ പഠിച്ചിരിക്കാം. കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ.
കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ. അതായത് കട്ടിംഗ് എഡ്ജ് തന്നെ ഓരോ രീതിയിൽ ഓരോ കണ്ടീഷനിൽ വരാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഷാർപ്പ് രീതിയിൽ വരാം അല്ലെ, കുറച്ച് ഷാർപ്പ് ആയിട്ട് വരാം. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പ് അല്ലാതെ കുറച്ച് ഹോൺ ചെയ്തിട്ട് വരാം അല്ലെ, ഒരു ഹോണിങ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കറങ്ങിയൊക്കെ വരാം. അതാണ് ഹോൺഡ് എന്നുള്ള ഷേപ്പ്. അതുപോലെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഷാംഫർ ചെയ്തിട്ട് വരാം അല്ലെ. അതായത് ആക്ച്വലി ഇങ്ങനെയാണ് വരേണ്ടതെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷാംഫർ ചെയ്തിട്ട് വരാം അല്ലെ, ഒരു 45 ഡിഗ്രി ഒക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും ഷാംഫർ ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ഷാംഫർ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് ഹോൺ ചെയ്തിട്ട് വരാം. ഹോൺ ചെയ്ത് വരാന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അതായത് ഒരു കർവ് ചെയ്ത് വരുന്നതായിരിക്കും അല്ലെ, ഒരു കർവ് ചെയ്ത് വരാം. അപ്പൊ അങ്ങനെ കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ വരുന്നതായിരിക്കും ഈ ഓരോ സാധനങ്ങൾ കൊടുക്കുന്നത്. എഫ് ടി ഇ എസ് എന്നുള്ള രീതിയിൽ ഓരോന്നെണ്ണം കൊടുക്കുന്നുണ്ട്. അതായത് ഒരെണ്ണം വന്നിട്ട് എന്തായിരുന്നു, ഒരു ഷാർപ്പ് രീതിയിൽ വന്നിട്ടുണ്ട്. മറ്റൊരെണ്ണം വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഹോൺ രീതിയിൽ വന്നിട്ടുണ്ട്. മറ്റൊരെണ്ണം വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ചെറിയ ഷാംഫറോട് കൂടി വന്നിട്ടുണ്ട്. ഇനി ഷാംഫർ ചെയ്തിട്ടും അതുപോലെ തന്നെ ചെറുതായിട്ട് ഹോൺ ചെയ്തും വരികയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ ആയിട്ട് പറയുക. ഓക്കെ ആണോ? കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ, കട്ടിംഗ് എഡ്ജ് എന്ത് രീതിയിൽ വരാം, ഒന്നെങ്കിൽ ഷാർപ്പ് രീതിയിൽ വരാം, അല്ലെങ്കിൽ ഹോൺ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഷാംഫർ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് വരാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കും എട്ടാമത്തെ റെപ്രസെന്റേഷൻ നമ്മൾ പറയുന്നത്. അത് ഓപ്ഷനിലാണ്, എല്ലാ ഇൻസേർട്ടിനും ഇത് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എട്ടാമത്തെ ലെറ്റർ വരുന്ന ഒരു ഇൻസേർട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻസേർട്ടിന്റെ നമ്മളിൽ കിട്ടുന്ന ഒരു ഇൻസേർട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ എട്ടാമത്തെ ലെറ്റർ ഉണ്ടെങ്കിൽ ആ എട്ടാമത്തെ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം എപ്പോഴും എന്തായിരിക്കും, കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത അവസാനത്തെ 9th ലെറ്റർ എന്ന് പറഞ്ഞ സാധനം തീർന്നു. 9th ലെറ്റർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സാധനം വളരെ സിമ്പിൾ ആണ്. അത് ഹാൻഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്. നമുക്ക് രണ്ട് രീതിയിലായിരിക്കും കട്ടിംഗ് എഡ്ജിന്റെ ഹാൻഡുകൾ വരുന്നത്. ഹാൻഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് നോക്കാം. ഹാൻഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ്, അതായത് അല്ലെങ്കിൽ നമുക്ക് കട്ടിങ്ങിന്റെ ഡയറക്ഷൻ എന്നും പറയുന്നുണ്ട്. ഹാൻഡ് ഓഫ് ദ കട്ടിംഗ് എഡ്ജ് എന്നോ അല്ലെങ്കിൽ കട്ടിങ്ങിന്റെ ഡയറക്ഷൻ എന്നും പറയുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ടൈപ്പ് ഓഫ് ടൂളും ഉണ്ട്, റൈറ്റ് ഹാൻഡ് ടൈപ്പ് ഓഫ് ടൂളും ഉണ്ട്. ഓർമ്മയുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ടൈപ്പും റൈറ്റ് ഹാൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ടൂളുകളുണ്ട്. അപ്പൊ അതേപോലെ ആയിരിക്കും ഇദ്ദേഹത്തിന്റെ കട്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ദ കട്ടിങ് അല്ലെങ്കിൽ കട്ടിങ്ങിന്റെ ഡയറക്ഷനുകൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് എന്നും റൈറ്റ് ഹാൻഡ് എന്നും എല്ല് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പറയുന്നത് എന്തായിരിക്കും, ലെഫ്റ്റ് ആയിരിക്കും അല്ലെ, ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും പറയുന്നത്. അപ്പൊ ആ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം CNC ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ടൂളിനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് എപ്പോഴും ക്ലോക്ക് വൈസ് അല്ലെ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അവിടെ സ്പിൻഡിലെ റൊട്ടേഷൻ എപ്പോഴും എന്തായിരിക്കണം, M04 എന്നുള്ള രീതിയിലായിരിക്കും വരേണ്ടത്. അതേസമയം ആറാണ് എടുക്കുന്നതെങ്കിൽ, റൈറ്റ് ഹാൻഡ് കട്ടിംഗ് ആണ് എടുക്കുന്നതെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ M കോഡ് എന്നറിയപ്പെടുന്ന M03 അടിക്കുക. ഇനി ഇത് രണ്ടുമല്ലാതെ ഒരൊറ്റ പർട്ടിക്കുലർ കണ്ടീഷൻ, അല്ലെങ്കിൽ ലെഫ്റ്റും അല്ല റൈറ്റും അല്ലാത്ത ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ആണ്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒന്നും എഴുതുന്നില്ല, ലെഫ്റ്റും അല്ല റൈറ്റും അല്ല എന്നുള്ള രീതിയിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ന്യൂട്രൽ എന്നാണ്. അവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ന്യൂട്രൽ എന്നാണ്. അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, റൈറ്റും ലെഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നുള്ള രീതിയിൽ, അതായത് ഏതിൽ വേണമെങ്കിലും ഇത് പോയിപ്പിക്കാം, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ലെഫ്റ്റിലും പോയിപ്പിക്കാം റൈറ്റിലും പോയിപ്പിക്കാം എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അതിന്റെ സംഭവം പറയുന്നത് N ആയിരിക്കും. ആ രണ്ടിലും കട്ടെടുക്കുന്ന രീതി, അത്തരത്തിലുള്ള സാധനമായിരിക്കും N വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചേക്കുക, ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിരുന്നാൽ മതി. അതായത് അപ്രോപ്രിയേറ്റ് ക്യാരക്ടർ ഡെസിഗ്നേഷൻ ആർ ഇതൊക്കെ റൈറ്റ് ആഫ്റ്റർ ദ റേഡിയസ് സ്പെസിഫിക്കേഷൻ. വേണ്ട ആവശ്യമില്ല. നോക്കി, ഫോർ ന്യൂട്രൽ എടുക്കുന്ന സമയത്ത് R and L റൊട്ടേറ്റർ, അതായത് റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത്ര സാധനമായിരിക്കും ന്യൂട്രൽ. നോക്കി, ഇത് ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇത് വന്നിട്ട് റൈറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനം. അപ്പം ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നായിരിക്കും പറയാ. റൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സാധനം എപ്പോഴും എന്താന്ന് പറയും, ക്ലോക്ക് വൈസ് എന്നായിരിക്കും പറയാം. അപ്പോൾ ഇവിടുത്തെ ഓരോന്നിന്റെ റെപ്രസെന്റേഷൻ ചുമ്മാ കൊടുത്തിട്ടുണ്ട്, ആവശ്യമില്ല. നമ്മൾ 7 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെച്ചിരിക്കുക. ഇവിടെ 8, 9 എന്നുണ്ട്, രണ്ടെണ്ണം വെച്ചിട്ടും വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ രണ്ടെണ്ണോ എന്തുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, നമ്മുടെ ടൂൾ ഇൻസേർട്ടിന്റെ റെപ്രസെന്റേഷൻ തന്നെയായിരിക്കും പറയുക. ക്ലിയർ ആണോ? 7, 8, 9 നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴത്തേക്കും തൊട്ട് മുന്നേ പറഞ്ഞ സാധനം മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ സീന്. നമ്മൾ അന്നും അത് തന്നെ പറ്റിയത്, പക്ഷെ എന്നാലും കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ, എട്ടാമത്തെ സാധനം കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ. 9ാമത്തെ സാധനമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡയറക്ഷൻ. അതായത് ഒരു റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുന്നില്ലേ, ഈ ഷേപ്പ് കണ്ട, ഈ കണ്ടല്ലേ, ഈയുടെ ഷേപ്പ്. അതെ, ഫില്ലറ്റ് എന്ന് പറയാം. ഇത് അതായത് ഒരു കർവ് പോലെ വരുന്നില്ലേ, ഫില്ലറ്റ് ആണ് കർവ് എന്ന് പറയുന്നത്. ഉണ്ട്. ഷാംഫറിങ് മനസ്സിലായല്ലോ? ഷാംഫറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ത്രെഡ് ഒക്കെ അടിക്കുന്ന സമയത്ത് ഷാംഫറിങ് അല്ലേ. ഈ മറ്റേതെന്ന് പറഞ്ഞാൽ ഷാംഫറും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു റൗണ്ടും ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഹോണ്ട് ആയിട്ടുള്ള സാധനം. രണ്ടും കൂടെ വരുന്നതാണ് S വെച്ച് റെപ്രസെന്റ്. F എന്നറിയപ്പെടുന്ന ഷാർപ്പ്. അതൊന്നും ആവശ്യമില്ല, ചുമ്മാ കേട്ട് വെച്ചിരിക്കുക, ഇതാണ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് അറിഞ്ഞു. ഓക്കെ അല്ലേ? ഇതെല്ലാം ഓപ്ഷനിലാണ്. ഈ 8ഉം 9ഉം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന രണ്ടും ഓപ്ഷനിലാണ്, എല്ലാത്തിലും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. 8 ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ 9 കാണത്തില്ല, 9 ഉള്ള സ്ഥലത്ത് 8 കാണത്തില്ല. ഓക്കെ ആണോ?
അതായത് ചിലത് എഴുതുന്ന സമയത്ത് ഇപ്പം 1 മുതൽ 7 വരെ കമ്പൽസറി ആണ്. ഇനി ഞാൻ ചിലപ്പം 8 എഴുതത്തില്ല. 8 എനിക്ക് ആവശ്യമില്ല. എന്റെ ഇന്നത്തെ ഇൻസേർട്ടിൽ 8 ആവശ്യമില്ല. പക്ഷെ 9 ഞാൻ എഴുതും. 6 എന്ന് പറഞ്ഞു. ഓക്കെ, റൈറ്റ്. അത്രേ ഉള്ളൂ. 9. അതായത് ഇതിനകത്തുള്ള സാധനം നമ്മൾ കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ ഇല്ല, അല്ലെങ്കിൽ കട്ടിംഗ് എഡ്ജിന്റെ ഒരു പ്രത്യേകിച്ചുള്ള കണ്ടീഷനെ കുറിച്ച് നമുക്ക് ഇവിടെ റെപ്രസെന്റേഷനിൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സംഭവം എടുക്കുകയാണെങ്കിൽ അവിടെ ഇതാക്കാം. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യാം, 6 എഴുതുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, കട്ടിംഗ് എഡ്ജിന്റെ കണ്ടീഷൻ എഴുതുന്നുണ്ട്, FT എന്നോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ അവിടെ പറയാം ഷാംഫർ ചെയ്തിരിക്കുന്നതായിരിക്കും കട്ടിംഗ് എഡ്ജ് വരുന്നത്. അത് അത്രേ ഉള്ളൂ പറയാൻ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? 40 മിനിറ്റ്.